ഹായ്, SL ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എക്സിനെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ്, മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എന്ന് നമുക്ക് പറയാം. അതാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ലവ് സ്പെൽ എന്നാണ് നമ്മളിതിനെ പറയാറുള്ളത്. അധികം പേർക്ക് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ അറിയുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ എക്സിനെ, മീൻസ് നിങ്ങൾ ഒരാളെ സ്നേഹിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആണ്, നിലവിൽ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതും അവരായിട്ട് തന്നെ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് ആവശ്യമുള്ളത് ഒരു പേപ്പറിൻ്റെ ആവശ്യമുണ്ട്, ഒരു വൈറ്റ് പേപ്പറിൻ്റെ ആവശ്യമുണ്ട്, പിന്നെ ഒരു പേനയും വേണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പേനയും പേപ്പറും എടുത്തിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, അപ്പോൾ കയ്യിലൊരു പേനയും പിടിക്കാം. ഇനി ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ നടുവിലായിട്ട് നിങ്ങളുടെ എക്സിൻ്റെ പേരെഴുതുക. അതായത് നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ ഒരാളുടെ, നിങ്ങൾ ആരെയാണോ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരാളുടെ പേരെഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എഴുതുന്നുണ്ട്, ഞാനിവിടെ എഴുതുന്ന പേര് ദീപു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അവിടെ എഴുതേണ്ടത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരാളുടെ പേരാണ്. അപ്പോൾ എഴുതിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. അപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട്, ദീപു എന്നുള്ളൊരു പേര് നടുവിലായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 4 ഭാഗത്തായിട്ട്, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 4 ഭാഗത്തായിട്ട് നമ്മുടെ പേര് എഴുതാം. മീൻസ് ഞാനിവിടെ എൻ്റെ പേര് എഴുതുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതാം. ശ്രദ്ധിക്കുക, നടുവിൽ എഴുതേണ്ടത് നിങ്ങൾ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആ ആളുടെ പേരാണ്. ഇനി 4 ഭാഗത്തായിട്ട് നിങ്ങളുടെ പേരാണ് എഴുതേണ്ടത്. അപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാനിതായി 4 ഭാഗത്തായിട്ട് എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. നടുവിൽ ദീപു എന്നുള്ളതും 4 ഭാഗത്തായിട്ട് സ്നേഹ, എൻ്റെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എഴുതുക, അവരുടെ പേര് എഴുതുക, ദെൻ 4 ഭാഗത്ത് നിങ്ങളുടെ പേര് എഴുതുക. അപ്പോൾ എന്തിനാണ് നിങ്ങളുടെ പേര് എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവരെങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും 4 ഭാഗത്ത് നിങ്ങളുടെ പേര് എഴുതുമ്പോൾ അവരേത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും നിങ്ങളുടെ ഓർമ്മ എപ്പോഴും വരാൻ വേണ്ടിയിട്ടാണ്. എവിടെ തിരിഞ്ഞാലും നിങ്ങളെ കാണണം, അല്ലെങ്കിൽ നിങ്ങളെ ഓർമ്മിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4 ഭാഗത്തായിട്ട് നിങ്ങളുടെ പേര് എഴുതുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഈ ഏറ്റവും അടിയിലുണ്ടല്ലോ, അടിയിലുള്ള സ്ഥലത്ത് കം ബാക്ക് ടു മീ നൗ എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. കം ബാക്ക് ടു മീ നൗ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ ഇതിൻ്റെ താഴെയായിട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എഴുതി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് അങ്ങനെ എഴുതുക. അപ്പോൾ ഇതാ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇതിൻ്റെ താഴെയായിട്ട് കം ബാക്ക് ടു മീ നൗ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയും കൂടി നിങ്ങൾ എഴുതുക. അപ്പോൾ ഇങ്ങനെയും കൂടി എഴുതി കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ 7 ആയിട്ട് മടക്കുക എന്നുള്ളതാണ്. അപ്പോൾ 7 ആയിട്ട് മടക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കുന്നുണ്ട്, നിങ്ങൾ അതേപോലെ മടക്കുക. ചിലർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ 4-5 മടക്ക് അങ്ങനെ ആക്കാറുണ്ട്. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇത് കറക്റ്റ് ഈ രീതിയിലാണ് മടക്കേണ്ടത്. അതായത് ഇങ്ങനെ തന്നെ മടക്കി മടക്കി വരിക. 1 2 3 4 5 6 7 ഇങ്ങനെ 7 മടക്കാണ് ആക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ കറക്റ്റായിട്ട് 7 മടക്ക കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് അളവെടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ 7 മടക്കാനെ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് കറക്റ്റ് 7 മടക്ക കിട്ടുന്ന പോലെ ഒന്ന് ചെക്ക് ചെയ്ത് അതിനൊന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ട് പിന്നെ നിങ്ങളൊന്ന് മടക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ മടക്കണം. അതായത് 7 മടക്ക് ആയിട്ട് തന്നെ 7 എണ്ണമായിട്ട് തന്നെ മടക്കാൻ നോക്കുക. അല്ലാതെ ഇങ്ങനെ നടുവെയൊക്കെ മടക്കുന്ന അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. ഇങ്ങനെ നീളത്തിൽ തന്നെയാണ് വേണ്ടത്. ഇങ്ങനെ 7 മടക്ക് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സ് ഉണ്ടാവുമല്ലോ, വാലറ്റ്, അതിലല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ കവർ ഉണ്ടാവും, അതിനകത്തൊക്കെ നിങ്ങൾക്കിത് സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ്. ഇതെടുത്ത് വെക്കാം. അപ്പോൾ ചിലപ്പോൾ ഇത്ര വലുതാവുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വെക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ ചെറിയൊരു പേപ്പർ എടുത്താൽ മതി. ഇത്ര വലുത് വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഇത്രയും പോകുന്ന കുഞ്ഞൊരു പേപ്പർ ആണെന്നുണ്ടെങ്കിലും അതിൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയാൽ മതി. അപ്പോൾ എഴുതിയിട്ട് ആ ഒരു പേപ്പർ ഇങ്ങനെ 7 മടക്കാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ കവറിൻ്റെയൊക്കെ അകത്താക്കിയിട്ട് നിങ്ങൾക്ക് മടക്കി വയ്ക്കാം. അപ്പോൾ ഇത് എത്ര നാൾ വെക്കണം എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന അത്രയും ദിവസം തന്നെ നിങ്ങളിത് സൂക്ഷിച്ച് വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ കുറേ നാൾ എടുത്താലോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ വരും എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ അവർ പെട്ടെന്ന് വരുന്നുണ്ട്, നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് വരും എന്നുള്ള ആ ഒരു വിശ്വാസം എപ്പോഴും നിങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചിന്തയോട് കൂടിയിട്ട് തന്നെ നിങ്ങളിത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എഴുതിയാൽ മതി. പേപ്പറിൽ എഴുതേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നടുവിൽ ആ ഒരു പേഴ്സൻ്റെ പേര് എഴുതുക, അതിൻ്റെ 4 ഭാഗത്തായിട്ട് നിങ്ങളുടെ പേര് എഴുതുക,
അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് കം ബാക്ക് ടു മീ നൗ എന്നുള്ള സെൻറ്റൻസ് എഴുതുക. ദെൻ അതിനെ 7 മടക്കാക്കുക. 7 ഇങ്ങനെ നീളത്തിൽ തന്നെ 7 മടക്കുക. എന്നിട്ട് അത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് അവർ വരുന്ന വരെ നിങ്ങൾ നിർബന്ധമായിട്ടും വെക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ 2-3 ദിവസം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത് കളയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അവർ വരുന്ന വരെ തന്നെ നിങ്ങളത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ലവ് സ്പെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെത്തേഡ് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. അധികം പേരൊന്നും ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല ഇതുവരെ. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഞാനിപ്പോൾ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒത്തിരി മെത്തേഡ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കുറേ പേര് ചോദിക്കുന്നുണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ മെത്തേഡ്സ് ഉണ്ടോ, അവൈലബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിനെ തിരിച്ച് കൊണ്ടുവരാനാണെങ്കിലും, ഇനിയിപ്പോൾ അങ്ങനെയല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓൾറെഡി പ്രോബ്ലംസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യാനാണെങ്കിലും, അങ്ങനെയല്ല ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ ആണെങ്കിലും എല്ലാത്തിനുമുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഗൈഡൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ട്, അതൊക്കെ ഒന്ന് സോൾവ് ആയിട്ട് കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. സോ എനിക്കൊരു പേഴ്സണൽ ഗൈഡൻസ് കിട്ടിയാൽ നന്നായിരുന്നു എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ തുടർന്ന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഭാഗത്ത് വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഒരാളെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റുക, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്യൂ എന്താണത് സോൾവ് ചെയ്യാൻ പറ്റുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതായത് കൃത്യമായൊരു ഗൈഡൻസ്, പേഴ്സണൽ ഗൈഡൻസ് തരുന്നുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ അറിയാനും അല്ലെങ്കിൽ ആ ഗൈഡൻസ് ഒക്കെ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അപ്പം ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ലവ് സ്പെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെത്തേഡ് സിമ്പിളാണ്. അതൊന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ചെയ്ത് നോക്കിയാൽ റിസൾട്ട് എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നു. അപ്പോൾ എല്ലാവരും ഇത് കേട്ടിട്ടുള്ള എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരും ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്